ഹലോ, കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായിരുന്ന ദൈവശബ്ദം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. ഞാൻ അല്പസമയം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അതിനാധാരമായിട്ട് ഞാനൊരു ദൈവത്തിനെ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. റോമാലേഖനം 5-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ഹല്ലേലൂയ. അപ്പം വിശ്വാസത്താൽ കർത്താവായ യേശുവിനെ സ്വന്തം രക്ഷിതാവും പിതാവുമായി സ്വീകരിച്ച് നാം നീതീകരണം പ്രാപിച്ച് നമ്മൾ ദൈവിക സമാധാനം അനുഭവിക്കുന്നെങ്കിൽ മാത്രമേ നാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സമാധാനം നഷ്ടപ്പെട്ടു പോയ ജീവിതങ്ങൾക്ക് സമാധാനം ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന നമ്മുടെ ഉള്ളിൽ ആദ്യം സമാധാനം ദൈവമായിട്ടുണ്ടാകണം. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നിങ്ങൾ ഏതെല്ലാം പ്രതികൂല സാഹചര്യങ്ങളുടെ കടന്നുപോയാലും നമ്മുടെ ഹൃദയത്തിൽ സമാധാനമുണ്ടെങ്കിൽ നാം ജീവിതത്തിൽ എങ്ങും പരാജയപ്പെട്ടു പോകില്ല. അതുകൊണ്ട് ഇന്ന് പകൽ ഞാൻ ചില രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് മറ്റു ചില വിഷയങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾ എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്നെങ്കിൽ സ്വർഗത്തിലെ ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. ഒന്നിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുകയാണ്. കർത്താവേ, വിവിധ സ്ഥലങ്ങളിൽ വിധമായ ഭാരത്താൽ രോഗത്താൽ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവം അത്ഭുതം ചെയ്യണമേ. കർത്താവേ, മനുഷ്യൻ ശാരീരികമായി തകർന്നിരിക്കുന്ന അനവധി സാഹചര്യങ്ങൾ, തലവേദനയും ട്യൂമറും കണ്ണുവേദനയും ചെവി വേദനയും ടോൺസിലിസും തൈറോയ്ഡ് രോഗങ്ങൾക്കായി കർത്താവേ, ചെവിയുടെ തലയുടെ പെടലിലെ ബാലൻസ് തെറ്റിയവർ, മൂക്കിൽ ദശ വളരുന്ന പ്രിയപ്പെട്ടവർ, ആമി കർത്താവെ മോണസംബന്ധമായ പഴുപ്പുകൾ, ആമി വിവിധ പ്രശ്നങ്ങളാൽ ഭാരപ്പെടുന്നവർ, ഹാർട്ടിൻ്റെ പ്രയാസങ്ങളാൽ, ലെൻസിൻ്റെ ലിവറിന് സംബന്ധമായ രോഗങ്ങളാൽ, എല്ലാ അറ്റാക്കുകളും ബ്ലോക്കുകളും സർജറിക്ക് വിധേയപ്പെട്ടിരിക്കുന്നവരെയൊക്കെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, അവിടുന്ന് അത്ഭുത സൗഖ്യം ജനത്തിന് കൊടുക്കണമേ. ആശ്വാസത്തിൻ്റെ കരം നീട്ടുവാൻ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ആമീൻ. കർത്താവെ, തലവേദന, ട്യൂമർ, കണ്ണുവേദന അടക്കമുള്ള വിവിധ രോഗത്താൽ മനസ്സ് തകർന്ന് കർത്താവെ കഴിയുന്ന അനവധി ആളുകളുണ്ട്. ഉദരസംബന്ധമായ, യൂട്രസ് സംബന്ധമായ, കിഡ്നി സംബന്ധമായ രോഗങ്ങൾ, എല്ലാ നാഡീനരമ്പ് ജോയിൻറ്റുകളിലും പേശികളിലും രക്തധമനികളിലും വ്യാപരിക്കുന്ന അനവധി രോഗങ്ങൾ, വിധമായ രോഗത്താൽ ഭാരപ്പെടുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ മഹാകരുണ അവരുടെ മേൽ പകരുവാട്ടയാകണമേ. കർത്താവെ, ലോകത്തിൽ വൈദ്യന്മാർ, ഡോക്ടർമാർ ചികിത്സിച്ചിട്ടും ഭേദമാകാതെ വിവിധ മരുന്നുകൾ മാറി മാറി കഴിച്ചിട്ടും വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളും പോയി ആമയും വിവിധ വലിയ വലിയ ഹോസ്പിറ്റലുകൾ കയറിയിറങ്ങിയിട്ടും ഒട്ടും ഭേദം വരാതെ രോഗത്താൽ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സൗഖ്യം കൊടുക്കണമേ. ഹല്ലേലൂയ. ഉദര സംബന്ധമായ, യൂട്രസ് സംബന്ധമായ, കിഡ്നി സംബന്ധമായ രോഗങ്ങളാൽ ഭാരപ്പെടുന്നവർ, എല്ലാ കാൽമുട്ട് വേദനയും പെരുമുട്ട് വേദനകളും എല്ലാ സന്ധിവേദനകളെയും കർത്താവെ നീക്കി സൗഖ്യം കൊടുക്കുവാൻ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. അത്യുന്നതനായിരിക്കുന്ന ദൈവത്തിൻ്റെ മഹത്വം ജനത്തിന്മേൽ പകരുവാൻ സർവശക്തനായ ദൈവത്തിൻ്റെ നീതിയുടെ കരം വെളിപ്പെടാനായി യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. മനുഷ്യൻ കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങൾ, പ്രതികൂല സാഹചര്യങ്ങളെ അറിയുന്ന ദൈവമേ, അവർക്ക് വിടുതൽ കൊടുക്കണമേ. ആമീൻ. ചികിടന്മാരും മുടന്തന്മാരും കണ്ണു കാണാത്തവരും ഹല്ലേലൂയ, സ്തോത്രം ഹല്ലേലൂയ ആയിരിക്കുന്നവർ, ജന്മനാ വൈകല്യങ്ങൾ, ഓട്ടിസം രോഗത്താൽ ഭാരപ്പെടുന്നവർ, കർത്താവെയും മുടന്തരും ഹല്ലേലൂയ വിവിധ പ്രതിസന്ധികളാൽ ആമീൻ കടന്നു പോകുന്ന അനേക ആളുകൾ ഞങ്ങളുടെ മുമ്പിലുണ്ട്. അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ അങ്ങയുടെ മഹത്വമേറിയ കരം ജനത്തിന് വേണ്ടി വെളിപ്പെടണമേ. കഷ്ടതയുടെ നടുവിൽ കടന്നു പോകുന്ന അനേക കാര്യങ്ങൾ, ഒരു സമാധാനത്തിനായി ആഗ്രഹിക്കുന്ന അനവധി ആളുകൾ, കർത്താവെ, അങ്ങനെയുള്ളവരെ ഞങ്ങൾ ഇന്ന് പകൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ മഹത്വം വെളിപ്പെടുത്തണമേ. കർത്താവെ, ചെറുതും വലുതുമായ എല്ലാ വ്യാപാരികളെയും വ്യവസായികളെയും എല്ലാ വഴിയോര കച്ചവടക്കാരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. അവർക്കെല്ലാം ദൈവ സൗഖ്യം, ആശ്വാസവും. പലരും ബിസിനസ്സിൽ തകർന്ന്, ജീവിതം തകർന്ന്, നിരാശപ്പെട്ട് കണ്ണുനീരിൻ്റെ തടിയിലൂടെ ആത്മഹത്യ വക്കിലേക്ക് നീങ്ങുന്ന അനവധി ആളുകളുണ്ട്. അവർക്കെല്ലാം ദൈവിക സമാധാനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തീരദേശവാസികൾക്കായി പ്രാർത്ഥിക്കുകയാണ്. ആഴക്കടലിൽ മത്സ്യബന്ധനായി കടന്നുപോയിരിക്കുന്നവർ, കർത്താവെ, ഞങ്ങളവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വഴിയോര കച്ചവടക്കാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെല്ലാം കർത്താവ് അനുഗ്രഹിക്കാനായി പ്രാർത്ഥിക്കുന്നു. കാർഷിക മേഖലയിൽ ജോലി ചെയ്യുന്നവർ, കർത്താവെ, വിവിധ നാശനഷ്ടങ്ങളാൽ കർഷകൻ ഭാരപ്പെടുമ്പോൾ, ആത്മഹത്യയുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ അവർക്കൊരു ആശ്വാസവും സമാധാനം കൊടുക്കണമേ. ക്ഷീരമേഖലയിലായിരിക്കുന്നവർ കഷ്ടം സഹിക്കുമ്പോൾ അവർക്കൊരാശ്വാസത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവെ, സ്തോത്രം. ജീവിതം രണ്ടറ്റം കൂട്ടിമുട്ടിക്കുവാൻ വളരെ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവർ ഞങ്ങളുടെ ഇടയിലുണ്ട്. അവർക്കെല്ലാം ദൈവസമാധാനവും സൗഖ്യം കൊടുക്കണമേ പ്രാർത്ഥിക്കുകയാണ്. മാനുഷികമായി ഞങ്ങൾക്ക് ആശ്വസിപ്പിക്കുവാൻ കർത്താവെ കഴിയില്ല.
എന്നാൽ അങ്ങയുടെ മഹത്വമേറിയ കരം എല്ലാ പ്രിയപ്പെട്ടവരും വ്യാപരിക്കണമെന്നായി പ്രാർത്ഥിക്കുന്നു. സകല രോഗികളും സൗഖ്യം പ്രാപിക്കുവാൻ അവിടുത്തെ അടിപ്പിണരാളുള്ള സൗഖ്യം കൊടുക്കണമേ പ്രാർത്ഥിക്കുകയാണ്. ആക്സിഡൻറ്റിൽ അകപ്പെട്ട് കിടക്കുന്നവരുണ്ട് കർത്താവേ. ഹല്ലേലൂയ. കർത്താവ് വിവിധ സർജറി കഴിഞ്ഞ് കിടക്കുന്നവരുണ്ട്. ആമീൻ. ഐസിലും വെന്റിലേറ്ററും ആയിരിക്കുന്നവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ മഹത്വമേറിയ കരവരുടെ മേലൊക്കെ നീട്ടുവാട്ടിയാകണമേ. സൗഖ്യദായകനായിരിക്കുന്ന യേശുവിൻ്റെ കരം അത്ഭുതങ്ങളെ ചെയ്യുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അങ്ങയുടെ മഹത്വമേറിയ കരം പ്രവർത്തിക്കേണ്ടതിനായി യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. സ്വർഗത്തിനും ഭൂമിക്ക് നാഥനായ ദൈവമേ, സകല രോഗത്തിനും സൗഖ്യദായകനായിരിക്കുന്ന കർത്താവേ, അവിടുത്തെ മഹത്വം ജനത്തിന്മേൽ വെളിപ്പെടുവാൻ യേശുവിനോട് പ്രാർത്ഥിക്കുകയാണ്. കഷ്ടങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും ദാരിദ്ര്യങ്ങളുമായിരിക്കുന്നവരുണ്ട് കർത്താവെ. കടക്കണിയാൽ കടന്നു പോകുന്നവർ, ജപ്തി നടപടി നേരിടുന്നവർ, അവർക്കെല്ലാം വിടുതൽ കൊടുക്കണമേ പ്രാർത്ഥിക്കുകയാണ്. മാനസികമായി തകർന്ന നിരാശയുടെ നടുവിലൂടെ മദ്യത്തിനും മയക്കുമരുന്നിനും പാൻമസാലകൾക്കും ലഹരി പദാർത്ഥങ്ങൾക്കും അടിമപ്പെട്ട് ഹല്ലേലൂയ ജീവിക്കുന്ന അനവധി ആളുകൾ ഞങ്ങളുടെ മധ്യമുണ്ട്. ഹല്ലേലൂയ. അവർക്ക് ആശ്വാസം കൊടുക്കണമേ. തകർന്ന കുടുംബങ്ങൾ കർത്താവെ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനവധി കുടുംബജീവിതങ്ങൾ തങ്ങൾ ഡിവോഴ്സിലൊക്കെ എത്തി. കേരളത്തിലെ കുടുംബ കോടതികൾക്കകത്ത് കെട്ടിക്കിടക്കുന്ന ലക്ഷക്കണക്കിന് കേസുകൾക്ക് ഒരു തീർപ്പ് കൽപ്പിക്കണമേ. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർതിരിക്കരുതെന്ന് കർത്താവിൻ്റെ വചനമുണ്ടായിട്ടും മനുഷ്യൻ അവയൊന്നും ഗണ്യമാക്കാതെ തൻ്റെ ഇഷ്ടപ്രകാരം ജീവിച്ച് അവിഹിത ജീവിതവും അവിഹിത ബന്ധങ്ങൾ മുഖാന്തരം തകർന്നു കിടക്കുന്ന കുടുംബങ്ങൾ, അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. മാതാപിതാക്കളുണ്ടായിട്ടും മാതൃസ്നേഹം അനുഭവിക്കാൻ കഴിയാതെ ഒറ്റപ്പെട്ട് വഴിയോരങ്ങളായിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കായി, ഹല്ലേലൂയ കർത്താവേ, ഓർഫണേജിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കായി, മക്കൾക്ക് വേണ്ടാതെ ആമേ കർത്താവേ വോൾട്ടേജ് റൂമിലായിരിക്കുന്ന മാതാപിതാക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. അവർക്കെല്ലാം സമാധാനവും സൗഖ്യം കൊടുക്കേണ്ടനായി യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ശൈശവത്തിലും ബാല്യത്തിലും കൗമാരത്തിലും യൗവനത്തിലും വാർദ്ധക്യത്തിലും നിരാലംബരും വൃത്തരും അശരണമായിരിക്കുന്നവർ കർത്താവെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ആമേൻ. ജയിലറയിലായിരിക്കുന്ന അനവധി ആളുകളുണ്ട്, അവർക്കും ദൈവ സമാധാനം കൊടുക്കണമേ. വിദേശ രാജ്യങ്ങളിൽ കടന്നുപോയി ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർ, വിസയുടെ കാലാവധി കഴിഞ്ഞവർ, പാസ്പോർട്ടിൻ്റെ കാലാവധി കഴിഞ്ഞവരുണ്ട്. അവിടെ ഈ കടക്കണിയാൽ കടന്നു പോകുന്നവർ, നാട്ടിലേക്ക് കടന്നു വരാൻ കഴിയാതെ ഭാരപ്പെടുന്ന അനവധി ആളുകൾ ഞങ്ങളുടെ മധ്യമുണ്ട്. ഭാവി അവർക്കെല്ലാം ആശ്വാസം കൊടുക്കണമേ. വാർത്തയ്ക്ക് സഹജമായ സുഖാൽ ഭാരപ്പെടുന്നവരെ ദൈവമേ അവിടുന്ന് ആശ്വാസവും സൗഖ്യം കൊടുക്കണമേ പ്രാർത്ഥിക്കുകയാണ്. നാളുകളായി കിടക്കിൽ എഴുന്നേൽപ്പാൻ കഴിയാതെ ഹല്ലേലൂയ നരിയാണി ഉറപ്പിച്ച് നിൽക്കുവാൻ കഴിയാതെ ഭാരപ്പെടുന്നവർ, അങ്ങനെയുള്ളവരെയൊക്കെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. അവിടെ എല്ലാ വിഷയങ്ങൾക്കും സമാധാനത്തിൻ്റെ ദൈവമേ, അവിടെ ഹൃദയങ്ങളിൽ സമാധാനം കൊടുത്ത് ആശ്വാസദായകനായിരിക്കുന്ന യേശുവിൻ്റെ സൗഖ്യം ഈ ജനം പ്രാപിക്കേണ്ടവരാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഓരോ ദിനങ്ങളും കർത്താവേ അക്രമങ്ങൾ പെരുകുന്നു, മദ്യവും മയക്കുമരുന്നും ലഹരി പദാർത്ഥങ്ങൾ പെരുകി അനവധി കുഞ്ഞുങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം ആമെ കലഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ നടുവിലൊക്കെ ഒരു വലിയ വിടുതലായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ അവിടുന്ന് അത്ഭുതം ചെയ്യണമേ. മദ്യത്തിനടിമകളായിരിക്കുന്നവരെ വിടിവിക്കുവാൻ, ഹല്ലേലൂയ ലഹരിക്കടിമകളായിരിക്കുന്നവരെ വിടിവിക്കാനായി പ്രാർത്ഥിക്കുകയാണ്. ഈ മദ്യലോപികളെയും മയക്കുമരുന്ന് ലോപികളെയും കുടുംബങ്ങളെ തകർക്കുന്ന ഛിന്നഭിന്നമാക്കുന്ന അന്ധകാരത്തിൻ്റെ വ്യാപാര ശക്തികളെ നീക്കണമേ. പരസംഗത്താലും വ്യഭിചാരത്താലും തകർന്നു കിടക്കുന്ന കുടുംബങ്ങൾ കർത്താവേ, അങ്ങനെയുള്ളവർക്ക് ഒരാശ്വാസത്തിൻ്റെ സമാധാനത്തിൻ്റെ കർത്താവേ കരം നീട്ടുമാറാകണമേ. മനുഷ്യന് പാപത്തെക്കുറിച്ച് യഥാർത്ഥമായി ബോധം വരുവാൻ, പാപവഴികളെ വിട്ട് മനുഷ്യൻ മാനസാന്തരപ്പെടുവാൻ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. കർത്താവ് എത്രയെത്രയോ ജനങ്ങളാണ് ഓരോ ദിവസവും ആത്മഹത്യ ചെയ്യുന്നത്. നിരാശയിലൂടെ കടന്നു പോകുന്നവർ, അവരെയൊക്കെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ ലോകം വളരെ വിശാലമായിട്ടും ഇന്നും ദാരിദ്ര്യം കടന്നു പോകുന്നവരുണ്ട്. സ്വന്തമായൊരു ഭവനമില്ലാതെ ഭാരപ്പെടുന്നവർ, സ്വന്തമായിട്ടൊരു തുണ്ട് ഭൂമിയില്ലാതെ ഭാരപ്പെടുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. അവർക്കെല്ലാം ദൈവ സമാധാനം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവേ തലമുറയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത്ഭുതം ചെയ്യണമേ. വിവാഹപ്രായം കഴിഞ്ഞിരിക്കുന്ന സൗകര്യമാർക്കായി പ്രാർത്ഥിക്കുകയാണ്. അവർക്കും ദൈവാശ്വാസത്തിൻ്റെ കരം നീട്ടുവാൻ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവിടെയൊക്കെ വിവാഹം നടക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. മാനസികമായി തകർന്നിരിക്കുന്ന ഡിപ്രഷൻ രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ട്, അവരെയൊക്കെ വിടിവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മനസ്സ് മെൻ്റൽ ഹോസ്പിറ്റൽ ആയിരിക്കുന്നവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ക്ഷയരോഗികളെയും കുഷ്ഠരോഗിയെയും ക്യാൻസർ രോഗികളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്കെല്ലാം ദൈവാശ്വാസത്തിൻ്റെ സമാധാനത്തിൻ്റെ സൗഖ്യത്തിൻ്റെ വിടുതലിൻ്റെ കരം നീട്ടുവാൻ യേശുവിനെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. എത്രത്തോളം നടത്തുന്ന ദൈവമേ, സകല ജനത്തെ അവിടുത്തെ മുഖത്തെ ആദരിക്കണമേ, കഷ്ടതയിൽ നിന്ന് വിടിവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. തകർന്നു കിടക്കുന്ന അനവധി കുടുംബങ്ങളെ ഞങ്ങൾ ഈ സമയത്ത് ഓർക്കുകയാണ്. കർത്താവേ അവർക്കെല്ലാം സമാധാനം കൊടുക്കണമേ. ഹല്ലേലൂയ.
ഭരണാധികാരികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. വില്ലേജ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണമേധാവികൾ, സംസ്ഥാനങ്ങൾ ഭരിക്കുന്നവർ, രാജ്യങ്ങൾ ഭരിക്കുന്നവരെ, രാഷ്ട്രങ്ങൾ ഭരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. രാജാക്കന്മാരും രാജ്ഞിമാരും പ്രധാനമന്ത്രിയും പ്രസിഡന്റും ഗവർണറും പട്ടാള മേധാവികളും ഗോത്രങ്ങളെ, ദ്വീപുകളെ, ആദിവാസികൾ, ട്രൈബൽ മേഖലയായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. സത്യമെന്തെന്നറിയാതെ ഇന്നും ഇരുളിൻ്റെ അനുഭവത്തിലുള്ള മദ്യത്തിനും മയക്കുമരുന്നിനും കടന്നു പോകുന്ന അനവധി ആളുകൾ, കർത്താവേ, അവർക്കെല്ലാം സമാധാന സന്തോഷം കൊടുക്കണമേ. അവരെല്ലാം ജീവിതത്തിലേക്ക് മടങ്ങി വരേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കരസേന, വ്യോമസേന, നാവികസേന അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ക്രമസമാധാന പാലകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. നിയമനിർമ്മാണ രംഗത്തായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവിടെ ജുഡീഷ്യറിക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ രഹസ്യാന്വേഷണ വിഭാഗങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ്, CBI, ഇന്റർപോൾ, NIA, റോയും, ആമി, ED അടക്കമുള്ള ക്രൈംബ്രാഞ്ച് അടക്കമുള്ള അധികാരികൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരെയും ഫയർരംഗത്തും കർത്താവ് അതുപോലെ തന്നെ എക്സൈസ്, ഫോറസ്റ്റ് വിഭാഗങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. അവിടെ എല്ലാം സമാധാനം കൊടുക്കണമേ. കേരളത്തിനായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. 14 ജില്ലകളെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്കായി പ്രാർത്ഥിക്കുന്നു. 3.25 കോടി ജനങ്ങളും തലമുറകളും എണ്ണത്തിൽപ്പെടാത്തവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. അന്യസംസ്ഥാന തൊഴിലാളികൾക്കായി പ്രാർത്ഥിക്കുന്നു. ഇന്ത്യ രാജ്യത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന 29 സംസ്ഥാനങ്ങളെയും 7 കേന്ദ്രഭരണ പ്രദേശങ്ങളെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. 145 കോടിയിലധികം വരുന്ന ജനത്തിൻ്റെ വിടുതലിനായി രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ലോകരാജ്യങ്ങളെ 7 ഭൂഖണ്ഡങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക, യൂറോപ്യൻ, ഏഷ്യ, ആഫ്രിക്ക, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക രാജ്യങ്ങൾക്കായി 800 കോടിയിലധികം ജനത്തിൻ്റെ വിടുതലിനും രക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. മനുഷ്യൻ സ്വാർത്ഥരായി, ദുഷ്ടരായി, അനീതി പ്രവർത്തിക്കുന്നവരായി എല്ലാ ജഡിക ജീവിതവും നയിക്കുന്ന സകല ജനത്തിനും വിടുതലിൻ്റെ കരം നീട്ടിയവർ മാനസാന്തരപ്പെടുവാൻ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. യുദ്ധങ്ങളും, യുദ്ധസുഹൃതികളും, ക്ഷാമങ്ങളും, ഭൂകമ്പങ്ങളും, സുനാമികളും, കർത്താവേ, മഹാവ്യാധികളും, മാരകമായ രോഗങ്ങളാൽ ആമേൻ ജനം വലയുമ്പോൾ, ഹല്ലേലൂയ, അതിൻ്റെ നടുവിൽ ജനത്തിന് വിടുതലും ആശ്വാസവും കൊടുക്കുവാൻ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. തീവ്രവാദികളും, ഭീകരവാദികളും, വർഗീയവാദികളും രാജ്യങ്ങളെ, രാഷ്ട്രങ്ങളെ തകർക്കാൻ അവർ പലവിധമായ പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോൾ ലോകരാജ്യങ്ങൾ മുഴുവൻ ബോംബും അണ്വായുധങ്ങളും മിസൈലുകളും കർത്താവെ ഒക്കെ വർഷിക്കുവാൻ ഏത് സമയത്തും ഒരു 3-4 ലോകമാകെ യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്ന സാഹചര്യത്തിൽ രാജ്യങ്ങൾ, കർത്താവ്, രാഷ്ട്രങ്ങൾ അധപ്പതിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനടി ഈ രാജ്യങ്ങളുടെ സമാധാനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മതത്തിൻ്റെ പേരിലും രാഷ്ട്രീയത്തിൻ്റെ പേരിൽ തമ്മിലടിച്ച് ഓരോ ദിവസവും കർത്താവെ ആയിരക്കണക്കിന് ജനങ്ങൾ രക്തസാക്ഷികളായി മാറുമ്പോൾ അതിനടിയിൽ ജനത്തിന് മാനസാന്തരം കൊടുക്കണമേ. പാപത്തിൻ്റെ വഴികളെ വിട്ട് മടങ്ങി വരുവാൻ യേശുവിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കുകയാണ്. സകല ദുഷ്പ്രവൃത്തിയും വിട്ട്, ജഡത്തിൻ്റെ പ്രവൃത്തികൾ വിട്ട് മാനസാന്തരത്തിന് യോഗ്യമായി ഫലം കായ്ക്കുവാൻ ഈ ജനത്തിൻ്റെ ആത്മീയ കണ്ണുകൾ തുറക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകല ദുഷ്ടന്മാരുടെയും മാനസാന്തരനായി പ്രാർത്ഥിക്കുകയാണ്. മനുഷ്യൻ രോഗത്തിൻ്റെ സുഖലോലുപ ജീവിതത്തിലകപ്പെട്ട് പാപത്താൽ നിറയപ്പെട്ട് കിടക്കുന്ന ജീവിത സാഹചര്യങ്ങൾ, അതിൻ്റെ നടുവിൽ നിന്നും കർത്താവെ ഒരു മോചനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈ ജനത്തിന് സമാധാനം കൊടുക്കണമേ, ജനത്തിന് സ്വസ്ഥത കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. എവിടെയും അക്രമങ്ങളും അധാർമ്മികതയും മാത്രം പെരുകുമ്പോൾ സമാധാനമില്ലാത്ത കുടുംബങ്ങൾ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള കലഹങ്ങൾ, അവിഹിതമായ ബന്ധങ്ങൾ, അവിഹിതമായ ജീവിതങ്ങൾ എല്ലാ കുടുംബങ്ങളെ തകർത്തുകൊണ്ടിരിക്കുമ്പോൾ, ഹല്ലേലൂയ, അതിന് നടുവിൽ ഒരു ആശ്വാസത്തിൻ്റെ കരം നീട്ടുവാൻ യേശുവിൻ്റെ കരങ്ങളിൽ ഞങ്ങൾ വിഷയങ്ങളെ ഏൽപ്പിക്കുകയാണ്. സമാധാനത്തിൻ്റെ ദൈവമായി ജനത്തിന് ആശ്വാസം കൊടുക്കണമേ. സാത്താൻ്റെ തന്ത്രങ്ങൾ ജനത്തെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. താവിയുടെ കേരളത്തിൽ, ഭാരതത്തിൽ, ലോകരാജ്യങ്ങൾ മുഴുവൻ സാത്താനി ആരാധന പെരുകി. സാത്താൻ്റെ അനുയായികൾ എണ്ണം പെരുകുമ്പോൾ പരസ്യമായും രഹസ്യമായി സാത്താനി ആരാധനയിൽ കുടുങ്ങിക്കിടക്കുന്നവർ, ഓൺലൈനിലൂടെ സാത്താനി ആരാധനയിൽ കുടുങ്ങിക്കിടക്കുന്ന, സകല പാപത്തിനും വീണ്ടും കിടക്കുന്ന ജനത്തിനൊരു വിടുതൽ, മാനസാന്തരം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അനുദിന എത്രയോ ആത്മഹത്യകൾ, എത്രയോ കുടുംബ തകർച്ചകൾ, എത്രയോ തലമുറകളാണ് നഷ്ടപ്പെടുന്നത്. കർത്താവ്, എൻ്റെ തലവിലെല്ലാം ഒരു ദൈവിക വിടുതൽ സംഭവിക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തതിൻ്റെ രക്ഷൻ്റെ സന്തോഷം പിടിപ്പിച്ചിരിക്കുന്നത് തിരുവെഴുത്ത് ഞങ്ങൾ വായിക്കുന്നത് പോലെ. ഹല്ലേലൂയ. ജനത്തിൻ്റെ ഇടയിലെ എല്ലാ പ്രശ്നങ്ങൾക്കും സമാധാനം കൊടുക്കണമേ. രാഷ്ട്രീയക്കാർ കർത്താവെ തമ്മിലടിച്ചും കലഹിച്ചും രാജ്യത്തിൻ്റെ സമാധാനം കെടുത്തുമ്പോൾ അവർക്കൊരു മാനസാന്തരമായി പ്രാർത്ഥിക്കുകയാണ്. ക്രൈസ്തവ സമൂഹത്തെ തകർക്കുവാൻ ശ്രമിക്കുന്ന ക്രൈസ്തവ വിരോധികളെ സന്ദർശിക്കണമേ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവേ, ദൈവമക്കൾ, ദൈവദാസിദാസന്മാർ, കുടുംബങ്ങൾ, തലമുറയ്ക്കായി നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ആശ്വാസം കൊടുക്കണമേ. സുവിശേഷ മുഖാന്തരം പീഡ അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവർ, ജയിലുകളിലായിരിക്കുന്നവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവർക്കെല്ലാം സമാധാനവും സന്തോഷവും ആശ്വാസവും സ്വസ്ഥതയും കൊടുക്കാനായി ഞങ്ങൾ ദൈവരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്.
അഴിമതിയും കരിഞ്ചെന്നീ പൂഴ്ത്തിവെപ്പും ആമയ്ക്കുള്ള പലിശകളും അതുപോലെ തന്നെ ഹല്ലേലൂയ സകല നികൃഷ്ടമായ പ്രവൃത്തികളാൽ കർത്താവെ ജനം തങ്ങൾക്ക് തന്നെ ബോധിച്ചതുപോലെ ജീവിച്ച് സകല ദുഷ്പ്രവൃത്തിയിലും കടന്നു പോകുന്ന ഈ ജനത്തിൻ്റെ വിടുതലായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ ജനത്തിന് മനസ്സാന്തരം കൊടുക്കണമേ, സമാധാനം കൊടുക്കണമായി പ്രാർത്ഥിക്കുകയാണ്. സകലഹീനമായ പ്രവൃത്തിയും വിട്ട് ഈ ജനം മടങ്ങി വരേണ്ടനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ മനുഷ്യനെ ദുഷ്പ്രവൃത്തികളിൽ നിന്ന് വിടുവിക്കണമേ, സമാധാനം കൊടുക്കണമേ. സമാധാനമുള്ള മനുഷ്യരായി ദൈവത്തോട് ചേർന്ന് വസിക്കുവാൻ, കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങുവാൻ, പാപവഴികളെ വിട്ട് മടങ്ങി വരേണ്ടനായി ഈ ജനത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങൾക്കകത്ത് സമാധാനം ഉണ്ടാകട്ടെ. മാതാപിതാക്കളെ അനുസരിക്കുന്ന, ബഹുമാനിക്കുന്ന, ഗുരുക്കന്മാരെ അനുസരിക്കുന്ന, നിയമത്തെ ബഹുമാനിക്കുന്ന ഒരു തലമുറയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് ഈ നാളിൽ സോഷ്യൽ മീഡിയയിൽ കൂടെ അനേകർ തകരുമ്പോൾ, അനവധി ആളുകളുടെ ജീവൻ നശിക്കുമ്പോൾ അതിൻ്റെ നടുവിലൊക്കെയും കർത്താവെ ഒരു വിടുതലയക്കണമേ. ലഹരികൾക്ക് അടിമകളായിരിക്കുന്നവർക്കൊക്കെയും ഒരു ആശ്വാസം കൊടുക്കണമേ. ഇന്ന് പകൽ കർത്താവെ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഭൂമിയിലെല്ലായിടമുള്ള സകല ജനത്തിൻ്റെ ഹൃദയങ്ങളിൽ സമാധാനം നിറയപ്പെടുവാൻ ഒരു യേശുവിന് വേണ്ടി വേർതിരിക്കപ്പെടണമായി പ്രാർത്ഥിക്കുന്നു. സകല മഹത്വം എടുക്കണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.